അനുഗ്രഹീതമായ നല്ല പകലിനായി സ്തോത്രം ചെയ്യും. ദീർഘനാളുകൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ 3 വൃക്ഷങ്ങൾ തമ്മിൽ ഒരു സംഭാഷണം നടക്കുക. അപ്പോൾ ഒരു വൃക്ഷം മറ്റു വൃക്ഷത്തോട് ചോദിച്ചു, ഇയാൾക്ക് ആരാകാൻ ഇഷ്ടം? അപ്പോൾ ആ വൃക്ഷം പറഞ്ഞു, എനിക്ക് സമുദ്രങ്ങൾ താണ്ടുന്ന വിലപിടിപ്പുള്ള മൂല്യമുള്ള സംഗതികളൊക്കെ രാജ്യങ്ങളിലേക്ക് കടത്തുന്ന ഒരു വലിയ കപ്പലായാൽ മതി. ഓക്കെ. രണ്ടാമനോട് ചോദിച്ചു, ഇയാൾക്ക് ആരാകാൻ ഇഷ്ടം? അപ്പോൾ പറഞ്ഞു, എനിക്ക് കുഞ്ഞു മക്കളെ കടത്തുന്ന തൊട്ടിലായാൽ മതി. മൂന്നാമത്തോട് ചോദിച്ചു, ഇയാൾക്ക് ആരാകാൻ ഇഷ്ടം? അവൻ പറഞ്ഞു, എനിക്ക് രാജാക്കന്മാർ പണിയുന്ന അരമനയില്ലേ അതിൻ്റെ തൂണായാൽ മതി. ഓക്കെ. 3 പേരും അവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു. കാലങ്ങൾ പലത് പിന്നിട്ടു. ഒരു ദിവസം മരം വെട്ടുകാരൻ വന്നു. ഈ വൃക്ഷങ്ങളെ കമ്പോട് കമ്പ് വെട്ടി വെള്ളയെല്ലാം കളഞ്ഞ് കാതലാക്കി ഉരുപ്പടിയാക്കി. ആദ്യത്തവനെ എടുത്ത് കന്നുകാലി കിടത്തുന്ന എരുത്തിൽ കന്നുകാലിക്കൂട് പണിതു. എന്തു സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്തവൻ ഇതേ കിടക്കുന്ന കണ്ടില്ലേ? മാനൂലത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനായി മനുഷ്യവേഷമെടുത്ത് ഇക്ഷിതിയിലേക്ക് വന്നവൻ വഴിയിൽ അവനെ പ്രസവിച്ചു കാലിത്തൊഴുത്തിൽ കിടത്തിയെന്ന മനുഷ്യൻ മൃഗമായാൽ മൃഗത്തേക്കാൾ മോശമാകുമെന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണെന്ന അങ്ങനെ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചുകൊണ്ട് അവിടുന്ന് അവനെ വീണ്ടെടുക്കാൻ യേശുദേവൻ ഈ മണ്ണിൽ മനുഷ്യവേഷമെടുത്ത് വന്നപ്പം മൃഗങ്ങൾ കിടക്കുന്ന കാലിത്തൊഴുത്തി കിടന്നെന്ന കെ.പി. കേശവമേനോൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കപ്പലാകാനായിരുന്നു ഇഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഈ കന്നുകാലിക്കൂടി എരുത്തിൽ പണിയാനായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഒരുവന് കിടക്കാൻ ഒരു എരുത്തിൽ വേണമായിരുന്നു. സ്തോത്രം. രണ്ടാമത്തവൻ്റെ ഇഷ്ടം കുഞ്ഞുമക്കളെ കിടത്തുന്ന തൊട്ടിലാകാനായിരുന്നു. പക്ഷേ അവനെ എടുത്ത് എന്ത് ചെയ്യുന്നറിയാമോ? പടക് പണിതു. പടക് പണിതു. എന്ത് സംഭവിച്ചു? ആ പടക് അല്പം ഒന്ന് നീക്കാൻ പറഞ്ഞു. യേശു ആ പടകിലോട്ട് കയറി നിന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അവൻ്റെ ലാവണ്യ വാക്കുകൾ വെളിയിലേക്ക് വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിൻ്റെ പരിവരുത്ത മണൽത്തിട്ടകളെ തട്ടിത്തകർത്തുകൊണ്ട് ദൈവകൃപയുടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം ജനം തിരിച്ചറിയുകയായിരുന്നു. നിനക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായ ചില മേഖലയിലൂടെ കൊണ്ടുപോകുന്നെങ്കിൽ ഓർത്തോണം, വ്യത്യസ്തമായ ചില ശുശ്രൂഷകളും വ്യത്യസ്തമായ ചില ദൂതുകളും വ്യത്യസ്തമായ വചനത്തിന്റെ ആഴങ്ങളും പകരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഈ പകൽ മറന്നു പോകരുത്. മൂന്നാമത്തവന്റെ ഇഷ്ടം രാജാക്കന്മാർ പണിയുന്ന അരമനയുടെ തൂണാകാനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം അതല്ലായിരുന്നു. അവനെ കുരിശു പണിയുക എന്നുള്ളതായിരുന്നു. കുരിശു പണിതു. എന്ത് സംഭവിച്ചു? പാവന്റെ ദൈവത്തിനും പാപിയായ മനുഷ്യൻ മധ്യേ പാപം വരുത്തിയുള്ളിൽ പച്ചപ്പൈമനെ കുറിച്ച് ലോകത്തിന്റെ മധ്യഭാഗത്ത് ഇരുകള്ളന്മാരുടെ മധ്യേ ഒരുവൻ പിടഞ്ഞു മരിക്കുന്ന രംഗം കണ്ടില്ലേ? മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം അവനെ നമുക്ക് പകരം പാപമാക്കിയെന്ന സ്തോത്രം. ക്രൂശിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അത് യേശുവിനെ കൈവിട്ടെന്നാ നമ്മളെല്ലാം പറയുന്നത്. അങ്ങനല്ല, അതിനകത്തൊരു തിയോളജി ഉണ്ട്. കൈവിടപ്പെട്ട നമ്മളാ. സ്തോത്രം. ഒരു നിലവിളിയിൽ ആരംഭിച്ച് ഒരു വിജയഭേരിൽ അവസാനിക്കുന്നതാണ് ക്രൂശ്. സ്തോത്രം. എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? ആക്ച്വലി കൈവിടപ്പെട്ട നമ്മളാ. ആ കൈവിടപ്പെട്ട നമ്മളെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ക്രൂശി കിടന്നുകൊണ്ട് പിടിച്ച് വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ സാധിപ്പിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. പിതാവേ തൃക്കൈയിലേൽപ്പിക്കുന്നു. അങ്ങനെയാണ് ക്രൂശ് ഒരു പരാജയത്തിന്റെ അല്ല, ക്രൂശ് വിജയത്തിന്റെ വിന്നിക്കൊടി വർപ്പിച്ച സ്ഥലമാണ്. ദൈവിക ജ്ഞാനത്തിന്റെ വെളിപ്പാട് ക്രൂശിലാണ്. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാല ക്രൂശിലാണ്. ദൈവ നീതിയുടെ പൂർത്തീകരണം ക്രൂശിലാണ്. ദൈവത്തെ മനുഷ്യനെ കൂടെ കൂട്ടിയോജിപ്പിക്കുന്ന സ്നേഹത്തിന്റെ പാലം നിർമ്മിക്കുന്ന ക്രൂശിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിലവിളിയിൽ ആരംഭിച്ച് വിജയപേരിൽ അവസാനിക്കുന്നതാണ് ക്രൂശ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി? അവന്റെ ഇഷ്ടം, ആ വൃക്ഷത്തിന്റെ ഇഷ്ടം രാജാക്കന്മാർ പണിയുന്ന അരമനയുടെ തൂണാകാനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ക്രൂശാകാനായിരുന്നു.
മാനവകുലത്തിൻ്റെ പാപം പരിഹരിപ്പാൻ, മാനവനെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒരുവൻ ക്രൂശിൽ മരിക്കണമായിരുന്നു. അതിനൊരു ക്രൂശ് ആവശ്യമായിരുന്നു. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഒരിക്കലും അതേ വിചാരിക്കാത്ത പ്രതിസന്ധികൾ, ഭീകരതകൾ, ഭയാനകത്വങ്ങൾ, മാരക രോഗങ്ങൾ, ഭീകരമായ ജീവിതത്തിൻ്റെ വെന്തു പുകയുന്ന നെരിപ്പോടുകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നോർത്ത് സ്വയം ആകുലപ്പെടുകയും വ്യാകുലപ്പെടുകയും പരാതി പറയുകയും പരിവപ്പെടുകയും ചെയ്യല്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ടതാണെന്ന് മറന്നു പോകരുത്. ഇതുവരെ ഇല്ലാത്ത ചിലതൊക്കെ വെളി വരാൻ, ഇതുവരെ ഇല്ലാത്ത ചില മേഖലകളുടെ അനുഭവിപ്പാൻ, ഇതുവരെ അല്ലാത്ത ദൈവകൃപയുടെ ആഴം തിരിച്ചറിയാൻ തമ്പുരാൻ കൊണ്ടുപോകുന്ന മണ്ഡലങ്ങളാണെന്ന് ഈ പകൽ ആത്മാവിൽ ദൂത് പറയുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി ഈ പകൽ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെട്ട് വരട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. പിശാച് മണ്ണിട്ട് മൂടിയ മണ്ഡലങ്ങളുടെ മേൽ ഈ പകൽ വചനം വ്യാപരിക്കുന്ന പകലാകട്ടെ. ശൂന്യതകളുടെ മേൽ വ്യാപരിക്കുന്ന ഉണ്ടാകട്ടെന്ന വാക്കുകൊണ്ട് ഈ കണ്ട ഉലകം ഉളവാക്കിയ വചനത്തിന് ഈ പകൽ നമ്മുടെ തകർന്ന മണ്ഡലകടമേ വ്യാപരിക്കുവാൻ കഴിയും. നമ്മുടെ വിഷയത്തിൻ്റെ മേൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു വിടുതലില്ല. ഹലോ, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ വിഷയത്തിൻ്റെ മേൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു വിടുതൽ ഇല്ല. ഇല്ല. ഇവിടെ വിടുതൽ 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 എന്ന് അങ്ങനെ വിടുതലൊന്നുമില്ല. ഇല്ലെന്നേ. ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ബാക്കിയും കൂടെ കേൾക്കണം. നമ്മുടെ വിഷയത്തിൻ്റെ മേൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു വിടുതലില്ല. മറുവശം, നീ സ്വപ്നത്തിൽ ഓർക്കാത്ത, ഹായിസ് ചിന്തിക്കാത്ത, ഇതെങ്ങനെ സംഭവിച്ചെന്ന് അന്തം വിട്ടുപോകുന്ന, ഒരിക്കലും നിനക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, ഒരിക്കലും നിന്റെ ബുദ്ധിക്കൊക്കാത്ത, ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അസാധാരണമായ ചില ദൈവിക കരത്തിന്റെ വിടുതലുകൾ നിനക്ക് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നെന്ന് ഈ പകൽ ആത്മാവിൽ ദൂത് പറയുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാ. അസാധാരണ ദൈവിക വിടുതലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാ. സ്തോത്രം. അവനവൽ പ്രസാദമുണ്ടെങ്കിൽ അവനെ വിടുവിക്കട്ടെ. വിടുവിച്ചോ? വിടുവിച്ചോന്ന് ഇല്ല. അതാ പറഞ്ഞ അങ്ങനെ വിടുതലില്ലെന്ന്. എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാമെന്ന് വാക്യമുണ്ട്. ഞാൻ നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കാമെന്ന് വാക്കിയില്ല. എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാമെന്ന് വാക്യമുണ്ട്. പക്ഷെ എല്ലാ രോഗികളെയും സൗഖ്യമാക്കാമെന്ന് വാക്കിയില്ല. തെളിവ് വേണോ? തെളിവ് തരാം. ഞങ്ങൾ എഴുതുന്നവർക്ക് എല്ലാം തെളിവാണല്ലോ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു വിടുകയല്ല. 1, 2, 3 തെളിവ് തരാം. ഞാൻ ത്രഫമോസിനെ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. എന്തുവാടേ ഇയാൾ ആ മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് വേണ്ടായിരുന്നു പോരാൻ. സൗഖ്യമായില്ലേ? ഇനിയും വേണോ തെളിവ്? 2, ഇതിനിടയ്ക്ക് എലീശായ്ക്ക് മരണകരമായ രോഗം പിടിപെട്ടു. സൗഖ്യമായെന്നാണോ? താഴോട്ട് വായിക്കുമ്പോൾ രായക്കമ്മ 12 സൗഖ്യമായെന്നല്ല, തട്ടിപ്പോയെന്നാ. ആള് തട്ടിപ്പോയെന്ന്. ഇനിയും വേണോ തെളിവ്? തെളിവ് ഇനിയും തരാം. കോവിഡ് കാലത്ത് 7000-ലധികം ആളുകൾ, അത് നമ്മുടെ വിശ്വാസികൾ, ദേവാസന്മാർ, പാസ്റ്റർമാർ, ഭാര്യമാർ, സോവാൻസോ, ആ ഒരു മേഖല മാത്രം, അതേഴ്സ് പീപ്പിൾ കൂട്ടണ്ട. ഇന്ത്യയിൽ 7000-ലധികം ആളുകൾ കോവിഡ് ബാധിതരായി തിരിച്ചു വന്നില്ല, അവർ മരിച്ചു പോയെന്ന്. ഇനിയും വേണോ തെളിവ്? അടുത്ത തെളിവ്. ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. എൻ്റെ ആ പ്രശ്നം ഒന്ന് ആളെ അറിയാമല്ലോ. സൗഖ്യം തരാമെന്നാണോ പറഞ്ഞേ? നാളെ തൊട്ട് നിൻ്റെ ശൂലമെല്ലാം മാറി, ഓക്കെ സൗഖ്യം, അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, പിന്നെ എന്നാ പറഞ്ഞേ? സ്തോത്രം. പ്രശ്നം മാറിപ്പോകത്തില്ല, നിനക്ക് പക്ഷേ കൃപ കൂട്ടിത്തരാം. സ്വോത്രം. നിനക്കെതിരെ എഴുതി വിടുന്ന ശൂലങ്ങളില്ലേ, നിനക്കെതിരെ അതെ വെല്ലുവിളിക്കുന്ന മൊനകളില്ലേ, നിനക്കെതിരെ ദുഷ്ടം പല്ല് കാട്ടി ദ്രംഷ്ടകൾ കാട്ടി പൊട്ടിച്ചിരിക്കുന്നെങ്കിൽ, നിനക്കെതിരെ എഴുതി വിടുന്ന മൊനകളില്ലേ, ശൂലങ്ങളില്ലേ, അതിനെ കൃപ കൊണ്ട് പതിയുന്ന, അതിനെ കൃപ കൊണ്ട് പതിയുന്ന ഒരസാധാരണ ദൈവ സാന്നിധ്യം ഈ പകലാത്മാവിൽ അനുഭവിക്കുന്നവർക്ക് ആ ദൈവത്തെ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങൾ മാറിപ്പോകുന്നല്ല, അതിനെ നേരിടാൻ സർമ്മം ചെയ്യാൻ അസാധാരണ ദൈവകൃപ തരാവുന്ന.
ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ പോയ ജീവിതാനുഭവങ്ങളുടെ വെന്തുരുകുന്ന നെരിപ്പൊടി നിന്നുണ്ടായി വന്നതാ. ഇതോടെ അവൻ തീർന്നെന്ന്, ഇനി അവൻ എഴുതുകയല്ലെന്ന്, ഇനി അവൻ പ്രസംഗിക്കുകയല്ലെന്ന്, ഇനി അവൻ തല പൊക്കുകയല്ലെന്ന്, ഇതോടെ അവൻ്റെ കെട്ടും മടയും പടക്കിയെന്ന്, ഇതോടെ അവൻ്റെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞെന്ന് ശത്രുക്കൾ വെല്ലുവിളിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷേ പുരാതന സങ്കേതമായവൻ കീഴേ ശ്വാശ്വത ഭുജങ്ങൾ നീട്ടി. സ്തോത്രം, ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ആരും നിന്നെ പൊളിക്കുകയല്ല. തമ്പുരാൻ നിന്നെ നടാൻ തീരുമാനിച്ചാൽ ആരും നിന്നെ പറിക്കുകയല്ല. തമ്പുരാൻ നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആരും നിന്നെ താഴ്ത്തുകയല്ല. തമ്പുരാൻ നിന്നെ ആദരിക്കാൻ തീരുമാനിച്ചാൽ ആരും നിന്നെ അപമാനിക്കുകയല്ല. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ ആരും നിന്നെ ഒന്നും ചെയ്യുകയല്ല. അനുഭവത്തിൻ്റെ അകത്താളുകൾ മടർത്തിയെടുത്ത് ഈ പകൽ ആത്മാവി വിളിച്ചു പറയുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഈ ഭൂമി 23 ഡിഗ്രി ചരിവിലാണ്. 23 ഡിഗ്രി ചരിവിൽ. അതെന്തിനാ സാറേ 24 പോയാൽ എന്നാ കുഴപ്പം? അല്ല, അറിയാൻ മേലെ കണ്ടു വയ്ക്കുക. അത് 23 എന്നാ കുഴപ്പം? 24 ഒന്നെങ്കിൽ ഇത് കത്തിപ്പോവും, 23 ഇത് തണുത്തുറഞ്ഞു പോവും. ഫിസിക്സും ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കുന്നവർക്കറിയാം. അപ്പം ഭൂമിയെ ഒരു അച്ചുതണ്ട്, ഈ അച്ചുതണ്ടൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് അങ്ങനെ അച്ചുതണ്ടൊന്നുമില്ല, ചുമ്മാതാ. അപ്പം ഭൂമിയെ നാസ്തിത്വമേ തൂക്കുന്നെന്നാ യോബിൽ. ഭൂമിയെ നാസ്തിത്വമേ തൂക്കുന്നു. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്നില്ലേ, അതുപോലെ 24 വാകല്ല് 23 വാകല്ല് കറക്റ്റ് 23.5 ഡിഗ്രി ചരിവിൽ ഈ ഭൂമിയെ എൻ്റെ ദൈവം തൂക്കിപ്പിടിച്ചിരിക്കുക. ഇപ്പം മനസ്സിലായി, അങ്ങനെ ഒരു കരത്തിലാണ് നീ ആയിരിക്കുന്നത്. സ്തോത്രം. എല്ലാം നിനക്കെതിരെ വെല്ലുവിളിക്കട്ടെ, എല്ലാം നിനക്കെതിരെ അലറിയെടുക്കട്ടെ, എല്ലാം നിന്നെ നോക്കി കൊഞ്ചനം കുത്തി കാണിക്കട്ടെ, എല്ലാം നിനക്കെതിരെ ഭീകരമായിട്ട് സ്തോത്രം. നിരാശപ്പെടല്, നീ ആ വലിയ കരത്തിലാ. ഈ പകൽ അദൃശ്യമായ കരത്തിൻ്റെ വല്ലഭത്വം ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൈവത്തെ ശ്രദ്ധിക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഹിതം. നമ്മുടെ കർത്താവ് പോയ കഷ്ടതകളുടെ, വേദനകളുടെ, നൊമ്പരങ്ങളുടെ ഭീകരതകൾ ഏതാനും മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് ഏതാനും ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവർ അവൻ്റെ കന്നത്ത് അടിച്ചു. നിങ്ങൾ ഇത്രേ കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. തുപ്പിയിട്ട് അവർ കൈകൊണ്ടാണോ അടിച്ചേ? അവർ അവൻ്റെ മുഖത്ത് തുപ്പി. അവർ അപ്പോൾ ഒരാളല്ല, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെ വന്ന് തുപ്പിയേ. ഒരു ചോദ്യം, അവരങ്ങനെ തുപ്പിയിട്ട് യേശുവിൻ്റെ മുഖത്തോട്ട് തുപ്പിയിട്ട് ആ കൈ കൊണ്ട് അവരടിക്കുമോ? അല്ല, ബൈ ചാൻസ് അടിച്ചാൽ ആ കയ്യാൽ തുപ്പലെല്ലാം. മീഖ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പ്രവാചകൻ എഴുതിയിരിക്കുക. അവർ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. അവർ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. തുപ്പലേക്കണമെന്നത് അപ്പൻ്റെ ഇഷ്ടം, വടികൊണ്ട് ചെകിട്ടത്തടിയേക്കണമെന്നത് അപ്പൻ്റെ ഇഷ്ടം. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്ത, നീ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും നിനക്ക് വിചാരിക്കാൻ കഴിയാത്ത ചില നിന്ദകളുടെയും തുപ്പലുകളുടെയും മേഖലയിലൂടെയൊക്കെ പോകുന്നെങ്കിൽ ഓർത്തോണം, അതൊക്കെ അപ്പൻ്റെ ഹിതത്തിൽപ്പെട്ടതാ. അപ്പൻ്റെ ഹിതത്തിൽപ്പെട്ടതാ. വേണ്ടപ്പെട്ടവർ, സ്വന്തക്കാർ, സഭക്കാർ, വീണ്ടും കൂട്ടുകാർ, സ്നേഹിതർ, പലരുടെ ഭാഗത്തു നിന്നും അതുപോലെ പലതൊക്കെ സഹിക്കേണ്ടി വന്നെങ്കിൽ ഓർത്തോണം, സാഹചര്യങ്ങളുടെ കാലത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അപ്പൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാ. അപ്പൻ ഇഷ്ടപുത്രനാക്കി മാറ്റുവാൻ അവൻ നിന്നെ പദംപ്പെടുത്തുന്ന, രൂപപ്പെടുത്തുന്ന മേഖലകളാണെന്ന് ഈ പകൽ ആത്മാവിൽ ദൂത് പറയുകയാ. ഹല്ലേലൂയ. അവർ കൂടി ആലോചിച്ചു പോന്നു. പൗലോസിന്റെ പ്രയോഗമുണ്ട്, ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ, ഈ ലോകത്തിന്റെ ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ തർക്കൻ എവിടെ? അതിനാ സംഭവം അറിയാമോ? അത് കൊരിന്ത്യലേഖനത്തിലെ പ്രയോഗം. നമ്മൾ ഓർക്കും, എന്തുകൂടെ പൗലോസിൽ പറഞ്ഞത്, ഈ ലോകത്തിന്റെ ജ്ഞാനി, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമല്ലയോ, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ എന്ന് പറഞ്ഞ എന്തുവാ ചിന്തിച്ചിട്ടുണ്ടോ? നമ്പർ 1, ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ? അത് അന്നത്തെ, ശ്രദ്ധിച്ചു കേട്ടോ, അത് അന്നത്തെ ബുദ്ധിജീവികളാണ്. അവരാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. രാത്രിയിൽ അറസ്റ്റ് ചെയ്യണം, ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം,
ഇന്നാരെ കൊണ്ട് ഒറ്റിക്കൊടുപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കും. ആ ഐഡിയാസ് മുഴുവൻ അന്നത്തെ ബുദ്ധിജീവികളാണ് പറഞ്ഞു കൊടുത്തത്. സെക്കൻഡ് വൺ, ഈ ലോകത്തിൻ്റെ ശാസ്ത്രി എവിടെ? അത് ന്യായപ്രമാണത്തിൽ ആഴമേറിയ പാണ്ഡിത്യമുള്ള ശാസ്ത്രിമാരാ. അവരാ പറഞ്ഞ തലനാരിഴ കീറി ഞങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ മേഖലകളും പറഞ്ഞ് പഴുതടച്ച് ഞങ്ങൾ പിടിച്ചു തരാം. അതവരാ പറഞ്ഞു. തേർഡ് വൺ, ഈ ലോകത്തിൻ്റെ താർക്കേൻ എവിടെ? അങ്ങനെ ഒന്ന് വായിച്ചാൽ നമുക്കൊന്ന്, ഈ ലോകത്തിൻ്റെ താർക്കേനോ, അത് ബൈബിൾ ഭാഷയാണ്. അഡ്വക്കേറ്റ്സ്, MALLB, BALLB, അന്നും ഉണ്ടവർ, അന്നും ഇന്നും. ഇപ്പം മനസ്സിലായി, ഇപ്പം കാര്യം മനസ്സിലായോ? ഒന്ന്, ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ? രണ്ട്, ഈ ലോകത്തിൻ്റെ ശാസ്ത്രി എവിടെ? അത് അന്നത്തെ ശാസ്ത്രിമാർ. ഫസ്റ്റ് വൺ, അന്നത്തെ ബുദ്ധിജീവികൾ. തേർഡ് വൺ, ഈ ലോകത്തിൻ്റെ താർക്കിയൻ എവിടെ? അത് അഡ്വക്കേറ്റ്. അവരാണ് റോമൻ നിയമത്തിൻ്റെ പഴുതുകൾ അവരാ പറഞ്ഞു. അപ്പോൾ ഐഡിയകൾ, ബുദ്ധിജീവികൾ ഐഡിയ പറഞ്ഞു, ശാസ്ത്രിമാർ ന്യായപ്രമാണത്തിൻ്റെ പഴുതടച്ചു, അഡ്വക്കേറ്റ് വക്കീലന്മാർ അന്നത്തെ റോമൻ നിയമത്തിൻ്റെ ഈ വസ്തുതകൾ, ഈ ബുദ്ധിജീവികൾ, ഈ തലമണ്ടയുള്ളവർ, ഈ ബ്രില്യൻ്റ് ആളുകളെല്ലാം കൂടെ പലവട്ടം കൗൺസിൽ കൂടി. ഒരാളെ പെട്ടെന്ന് പിടിച്ച് ക്രൂശിക്കാനൊന്നും പറ്റത്തില്ല, പൊതിയനെ ഇളകും. സകല പഴുതും അടച്ചു. അതാ മത്തായി 27 അവർ കൂടിയാലോചിച്ചു പോന്നു എന്നെഴുതിയിരിക്കുന്നേ. ഇവരുടെ കൗൺസിലാ. പൗലോസ് ചോദിക്കട്ടെ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോ, അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോ, പുനരുത്ഥാനത്തിൻ്റെ പവർ വന്നപ്പോ, ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ പോയത്? ഈ ലോകത്തിൻ്റെ ശാസ്ത്രി എവിടെ പോയത്? ഈ ലോകത്തിൻ്റെ അഡ്വക്കേറ്റ്സ് എവിടെ പോയത്? ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമല്ലയോ? വിശ്വസിക്കുന്ന നമുക്കോ ദൈവ ശക്തി അത്രേ. ഹല്ലേലൂയ. അതെ, അങ്ങകലെ ചക്രവാളം ചുവന്നു തൊടുത്തു. നട്ടുച്ച നേരത്ത് കതിരവനെ കാർമേഘങ്ങൾ വളഞ്ഞു. സൂര്യനെ കാർമേഘങ്ങൾ വളഞ്ഞെന്നാ പറഞ്ഞേ. പട്ടാപ്പകൽ ഇരുട്ടായി. പക്ഷികളെല്ലാം കൂട്ടിലേക്ക് ചേക്കേറി. മനുഷ്യരെല്ലാം പരിഭ്രാന്തരായി പല വഴി പാഞ്ഞു. ദേവാലയ തിരശ്ശീല മേൽത്തൊട്ടടിവരെ രണ്ടായി കീറിമാറി. ദേശം നടുങ്ങിപ്പോയി. പാറകൾ പിളർന്നു പോയി. എവിടെ നിന്നോ ആഞ്ഞു വീശൊരു കാറ്റ് ആ യെരൂശലേം ദേവാലയത്തിന്റെ ഭൂമുഖവാതിലിനെ തട്ടിത്തഴുകി മധ്യധരണിയാഴി തിരതല്ലി അതങ്ങനെ പോകുകയാ. പെട്ടെന്ന് പ്രകൃതിയിലുണ്ടായ ഈ രൗദ്രഭാവ ഭേദങ്ങൾ കണ്ട് ഇടനെഞ്ചു പൊട്ടി വിതുമ്പുന്ന ഹൃദയം വിറയ്ക്കുന്ന ചുണ്ടുമായി ആ ശതാധിപൻ അലറിപ്പറയാ, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. സത്യം. ഈ പകലവിടുന്നുണ്ട് ദൂത് പറയാ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നാ മതി. സ്തോത്രം പറയുന്ന നീ ആരാന്ന്, അഭിഷേകമുള്ള നീ ആരാന്ന്, ദൈവകൃപയുള്ള നീ ആരാണെന്ന് സ്തോത്രം. ഓ, നിന്നെ നോക്കി പരിഹസിക്കുന്ന ഉറുമ്പി തെളിയിക്കാൻ എൻ്റെ ദൈവ പ്രകൃതിയെ കൊണ്ടുപോലും ചെയ്യിക്കുമെന്ന് ഈ പകൽ മറന്നു പോകല്ല. സ്തോത്രം. ഈ പകൽ നിരാശകൾ മാറിപ്പോകട്ടെ, സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. നീ ആരാണെന്ന് തെളിയിക്കാൻ, കാലങ്ങൾ എത്ര പിന്നിട്ടാലും നീ ആരാന്ന് തെളിയിക്കാൻ എൻ്റെ ദൈവം കരുത്തനാന്നുള്ള കാര്യം വിട്ടുപോകല്ലേ. നിങ്ങൾ കൊണ്ടവനെ ക്രൂശിപ്പിൻ.